കാവ്യവൽക്കരണമാണെന്ന് പറയുകയാണെങ്കിൽ ഒരു കാവിപ്പണവും വാങ്ങണ്ട നിങ്ങൾ, കേന്ദ്രത്തിൻ്റെ പണമെല്ലാം കാവിപ്പണമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ജോർജ് കുര്യൻ ചോദിച്ചിരുന്നു. എന്നാൽ അത് കാവിപ്പണമല്ല, കാവിപ്പണം തരേണ്ടത് BJPയുടെ അക്കൗണ്ടിൽ നിന്നും BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ അഴിമതിയിലൂടെ നേടിയ പൈസയിൽ നിന്നൊന്നും അല്ല ചോദിക്കുന്നത്, BJP അക്കൗണ്ടിൽ നിന്നുമല്ല, BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ അഴിമതിയിലൂടെ ഉണ്ടാക്കിയ പണത്തിൽ നിന്നുമല്ല ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഫെഡറൽ വ്യവസ്ഥയിൽ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട് തരാനുള്ള പൈസയാണ് ചോദിക്കുന്നതെന്നാണ് വളരെ ഗൗരവതരമായ രീതിയിൽ രാജീവ് അതിനെ പ്രതികരിച്ചത്. തീർച്ചയായിട്ടും അതൊരു വലിയ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും എന്താണ് ഇതിൻ്റെ ശരി തെറ്റുകൾ? കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള എങ്ങനെയായിരിക്കണം ഫെഡറൽ വ്യവസ്ഥയിലുള്ള ബന്ധം എന്നതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഭരണഘടനയിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള ചർച്ചകൾ വന്നു. ഇന്ത്യ പാകിസ്ഥാൻ വേണമെന്ന് മുഹമ്മദ് അലി ജിന്ന, ഞങ്ങൾക്ക് ഇന്ത്യ ഒന്നുകിൽ ജിന്നയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം, അത് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം വേണം എന്ന് പറഞ്ഞാണ് അവർ പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. പക്ഷേ പാകിസ്ഥാൻ ഉണ്ടാക്കിയ മുഹമ്മദ് അലി ജിന്ന അവിടെ പ്രധാനമന്ത്രിയായി 6 മാസത്തിനകത്ത് ക്യാൻസർ വന്ന് മരിച്ചു, അത് വേറെ കഥ, അത് പോട്ടെ. പക്ഷേ എന്നായാലും അങ്ങനെ പറഞ്ഞവർ പോയി. പിന്നെ ഒരു ചർച്ച നടന്നത് ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു കേന്ദ്ര സംസ്ഥാന ബന്ധം ആവശ്യമില്ല, അമേരിക്കൻ ഫെഡറൽ വ്യവസ്ഥ പോലെ സ്റ്റേറ്റുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ, ആ സ്റ്റേറ്റുകളുടെ ഒരു ഫെഡറൽ വ്യവസ്ഥ, ഒരു ഫെഡറേഷൻ മാത്രം മതി കേന്ദ്ര ഗവൺമെൻറ്, ബാക്കി സ്റ്റേറ്റുകൾക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യമുണ്ട്